ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ആത്മോപദേശ ശതകം, മന്ത്രം 19. ആടിമുടിയറ്റം അതുണ്ടിതുണ്ടതുണ്ടെന്ന അടിയിടുമാദിമസത്തയുള്ളതെല്ലാം ജഡമിതു സർവം അനിത്യമാം ജലത്തിൻ വടിവിനെ വിട്ടു തരംഗം അന്യമാമോ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ആത്മോപദേശ ശതകം, മന്ത്രം 19. ഇവിടെ അടിയിൽ കാണുന്നതാണ് സത്യം. ഏറ്റവും ഉന്നതത്തിലുള്ളതാണ് സത്യം. അറ്റത്തുള്ളതാണ് സത്യം. അതാണ് സത്യം. ഇതാണ് സത്യം, അല്ല മറ്റൊന്നാണ് സത്യം എന്ന് ഓരോ കൂട്ടർ തർക്കിക്കുന്നു. സകലതിനും ആദിയായി ഉണ്ടായിരിക്കുന്ന ആത്മസത്യം മാത്രമാണ് ഉള്ളതെല്ലാമായിരിക്കുന്നത്. തർക്കത്തിനു വിഷയമായി തീരുന്നതായി കണ്ടതൊക്കെ ജഡം മാത്രമാണ്. അതൊക്കെ അനിത്യവുമാണ്. ജലത്തിന്റെ രൂപം എന്നുള്ളതിനെ വിട്ട് തിര അന്യമായിട്ടിരിക്കുമോ? കണ്ണുകൊണ്ട് കാണുന്ന ഒന്നിനെ മാത്രമേ ഞാൻ സത്യമായി വിശ്വസിക്കുകയുള്ളൂ എന്നൊരാൾ ശഠിക്കുന്നു. അപ്പോൾ വേറൊരാൾ പറയുന്നു, ദൈവം ഉന്നതങ്ങളിൽ മറഞ്ഞിരിക്കുന്നുവെന്ന്. ഇനി ഒരാൾ പറയുന്നു, അതുള്ളതല്ല, ഇതാണ് ഉള്ളതെന്ന്. ആ മതം ശരിയല്ല, ഈ മതം ശരിയെന്ന് വേറൊരു കൂട്ടർ. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് തർക്കത്തിലേക്ക്, അടുപിടിയിലേക്കും അവസാനം യുദ്ധത്തിലേക്കും രക്തച്ചൊരിച്ചിലിലേക്കും നയിക്കുന്ന വാദപ്രതിവാദങ്ങളുടെ അർത്ഥശൂന്യത ഗുരു എടുത്തു കാണിക്കുകയാണ്. ഉള്ളത് ആദിമസത്ത മാത്രം. അടി മുടി, അവിടെ ഇവിടെ, അതുണ്ട് ഇതുണ്ട് എന്നതൊക്കെ വെറും ശബ്ദജാലങ്ങൾ മാത്രം. അതുകൊണ്ടാണ് അവയെ ജഡമെന്ന് പറയുന്നത്. ജഡവസ്തുക്കൾ അല്പായുസ്സുകളാണ്. ഒരു തിരക്ക് എത്ര നേരം ജലത്തിൽ പൊങ്ങി നിൽക്കാൻ കഴിയും? അല്പനേരം മാത്രം. കുറച്ചു കഴിഞ്ഞാൽ തിര വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകും. തിര എവിടെ നിന്നാണ് വന്നത്? ജലത്തിൽ നിന്ന്. ജലമാണ് തിരയുടെ ആദിമസത്ത. ജലത്തിൽ നിന്ന് വേറിട്ടൊരു അസ്ഥിത തിരക്കില്ല. തിര അനിത്യമാണ്, ജലം നിത്യമാണ്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഈ ഉദാഹരണത്തിലൂടെ ആത്മസത്തയുടെ നിത്യതത്വവും നാമരൂപങ്ങളുടെ അനിത്യതത്വവും ഗുരു വ്യക്തമാക്കുന്നു. എല്ലാ തർക്കങ്ങളും അജ്ഞാനത്തിൽ നിന്നും ജനിക്കുന്നതാണ്. ജ്ഞാനത്തിൽ തർക്കം ഒഴിഞ്ഞു പോകുന്നു. ബോധം തെളിവുറ്റ സത്യത്തെ ദർശിക്കുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.